എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മലയാളത്തിലെ 10 ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഇത് എല്ലാവരും ഈ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം, പഠിച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ പഠനം എത്രത്തോളം എഫക്റ്റീവായിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 91ാമത്തെ നമ്പറാണ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോഡി ഏതാണ്? ഒരേ അർത്ഥം വരുന്ന ജോഡികൾ ഇതിനകത്ത് ഏതാണ്? പക്ഷി പലാശം തെറ്റ്, ഓളം തരങ്കിണി തെറ്റ്, മാനം ഗഗനം. നോക്കിക്കേ, ഒരേ അർത്ഥമാണ് വരുന്നത് അല്ലേ? സങ്കടം ദോഷം അല്ല. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മാനം ഗഗനമാണ് ഒരേ അർത്ഥത്തിലുള്ള പദജോഡി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം തെറ്റില്ലാത്ത വാക്യമാണ് നമുക്ക് വേണ്ടത്, അതായത് ഇതിൽ ശരിയായിട്ടുള്ളത്. വായിച്ചു നോക്കിക്കേ. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എല്ലാവർക്കും ക്ഷണനക്കത്ത് അയച്ചിട്ടുണ്ട്. അതല്ല. 2, രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് അയാൾ വേദിയിൽ നിന്നിറങ്ങിപ്പോയി. അല്ല. വാഹനങ്ങൾ നിരത്തിൽ പണ്ട് കാലത്ത് ഇത്രയും ഉണ്ടായിരുന്നില്ല. തെറ്റ്. അടുത്തതോ, ശനിയാഴ്ചകളിലും ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. 92 ഓപ്ഷൻ ഡി ആണ്. 93 നോക്കിക്കേ. കണ്ണിലുണ്ണി. ഇതിന് സമാനമായ പ്രയോഗം ഏതാണ്? കണ്ണിലുണ്ണി ഏതാണ്? ഓപ്ഷൻ ബി, കണ്ണിന് കർപ്പൂരം. കണ്ണിന് കർപ്പൂരം. ഓക്കെ. 94 ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. ഈ ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ല്. അത് എളുപ്പമായിപ്പോയി അല്ലേ? ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് ഏതാണ്? അതെ, ഓപ്ഷൻ സി, കുരയ്ക്കും പട്ടി കടിക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യം. വിപരീത പദം കണ്ടെത്തുക. സന്തോഷത്തിൻ്റെ വിപരീതം എന്താണ്? ഓപ്ഷൻ ഡി, സന്താപമാണ്. സന്താപം. ഓക്കെ. 96 ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ സി, പരിച്ഛിന്നമാണ് ശരിയായ ഉത്തരം കേട്ടോ. പരിച്ഛിന്നം. ഓക്കെ. 97 എൻ്റെ അമ്മ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? എൻ്റെ അമ്മ പിരിച്ചെഴുതുമ്പോൾ, അതെ, എൻ്റെ പ്ലസ് അമ്മയാണ് എൻ്റെ അമ്മ എന്നായിട്ട് മാറിയത്. ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ. 98 കത്തയച്ച ആൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം. ശ്രദ്ധിക്കണം, കത്തയച്ച ആൾ ഏതാണ്? അതെ, ഓപ്ഷൻ എ ആണ്, പ്രേഷിതനാണ് ശരിയായ ഉത്തരം കേട്ടോ. പ്രേഷിതൻ. 99 ധനവാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. ധനവാന്റെ സ്ത്രീലിംഗം ഏത് വരും? ഓപ്ഷൻ ബി, ധനവതിയാണ് വരുന്നത്. ധനവതി. 100 സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ എന്ന് ആരുടെ വരികളാണ്? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അതെ, ഓപ്ഷൻ ഡി, പൂന്താനത്തിൻ്റെ ആണ് അല്ലേ? പൂന്താനം. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 10ൽ എത്ര മാർക്ക് കിട്ടുന്നു എന്നൊന്ന് നോക്കൂ. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. യൂസ്ഫുൾ ആണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്.